പ്രവാചകൻ യൂസുഫ് നബിയുടെ ചരിത്രം അധ്യായം 12. തങ്ങളുടെ ഇളയ സഹോദരനായ ബിനിയാമീന് സംഭവിച്ചതൊക്കെ അവർ വന്നിട്ട് പിതാവിനോട് പറഞ്ഞു. പിതാവ് അങ്ങേയറ്റം ദുഃഖിതനായി. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് നിങ്ങളെന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നന്നായി ക്ഷമിക്കുക തന്നെ. ഒരുപക്ഷെ യൂസുഫിനെയും ബിനിയാമിനെയും ഒക്കെ ദൈവം എൻ്റെ അടുത്ത് എത്തിച്ചേക്കാം, അവനെല്ലാം അറിയുന്നവനാണല്ലോ. അങ്ങനെ ആ പിതാവ് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഓ യൂസുഫിൻ്റെ കാര്യം എത്ര കഷ്ടം. അദ്ദേഹത്തിന് ദുഃഖം കൊണ്ട് ഇരു കണ്ണുകളും വെളുത്തു വിളറി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു യൂസുഫിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ അവർ പറഞ്ഞു, സഹോദരന്മാരും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു, അങ്ങിങ്ങനെ യൂസുഫിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങേയറ്റം അവശനായിത്തീരും, ഒരുപക്ഷെ ജീവൻ തന്നെ വെടിഞ്ഞു പോകുമോ എന്ന് ഞങ്ങൾ ആശങ്കിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, എൻ്റെ വേദനയെയും എൻ്റെ ദുഃഖത്തെയും സംബന്ധിച്ച് ഞാൻ എൻ്റെ ദൈവത്തോട് മാത്രമാണ് ആവലാതിപ്പെടുന്നത്. നിങ്ങൾക്കറിയാത്ത എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നുണ്ട്. അവസാനം അദ്ദേഹം തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചു പോവുക. അവിടെ ചെന്ന് യൂസുഫിനെയും അതുപോലെ തന്നെ അവൻ്റെ സഹോദരനായ ബിനിയാമിനെയും സംബന്ധിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ നേരെയാക്കി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിരാശപ്പെട്ടു പോകരുത്. സത്യനിഷേധികളായ ജനങ്ങളല്ലാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശരാകുകയില്ല. അധികം താമസിയാതെ തന്നെ ആ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. അവർ യൂസുഫിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അവരുടെ പിതാവിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി.